ആക്രിലിക് പെയിൻറ്റിംഗ് ചെയ്തു തുടങ്ങണമെന്ന് ആഗ്രഹമുള്ള എല്ലാവർക്കും വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. നമുക്കറിയാം, ഒരു പെയിൻറ്റിങ് ചെയ്തു തുടങ്ങണമെങ്കിൽ അതിൻ്റെ കുറച്ച് ആർട്ട് മെറ്റീരിയൽസ് നമുക്ക് അത്യാവശ്യമായിട്ടും വേണം. അപ്പോൾ അത് ഏതൊക്കെയാണ് നമുക്ക് അത്യാവശ്യം വേണ്ടത് മാത്രം ആണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത്. ആദ്യം തന്നെ നമുക്ക് കളർ വാങ്ങണം, അക്രിലിക് പെയിൻറ്റ് വാങ്ങണം. ദാ ഇവിടെ 6 കളറുകൾ അടങ്ങുന്ന ചെറിയ ബോട്ടിലുകളിൽ നമുക്ക് ഇതുപോലെ ഒരു ബോക്സായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും. ദാ ഇതിൽ റെഡ്, ഗ്രീൻ, യെല്ലോ, പിന്നെ വൈറ്റ്, പിന്നെ ബ്ലാക്ക്, ബ്ലൂ, ഇത്രയും കളറുകൾ ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു ബോക്സിന് 100 രൂപയാണ് വില വരുന്നത്. ഇനി ഇതുപോലെയുള്ള ചെറിയ ബോട്ടിലുകൾ ഓരോന്നായിട്ട് നമുക്ക് വാങ്ങാനും സാധിക്കും. ഒരു ബോട്ടിലിന് 20 രൂപയാണ് വില വരുന്നത്. അതുപോലെ തന്നെ ക്വാണ്ടിറ്റി കൂടുതൽ കിട്ടുന്ന 500 ml പിന്നെ 100 ml ഒക്കെ ബോട്ടിലുകൾ നമുക്ക് വാങ്ങാൻ കിട്ടും. ഇതുപോലെ ട്യൂബായിട്ടും വാങ്ങാൻ കിട്ടുന്നതാണ്. ഇനി നമുക്ക് ഇതുപോലെ ക്യാൻവാസ് ക്ലോത്ത് വാങ്ങാൻ കിട്ടും. അപ്പോൾ നമ്മളത് വാങ്ങി നമ്മുടെ ആവശ്യത്തിനുള്ള അതിൻ്റെ സൈസിൽ അത് നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് പെയിൻറ്റ് ചെയ്യാം. അതാകുമ്പോൾ നമുക്ക് വളരെ സൗകര്യമാണ്. അതിൽ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ തന്നെ റോള് ചെയ്ത് നമുക്ക് എവിടെയെങ്കിലും ആർക്കെങ്കിലും കൊടുത്ത് അയക്കണമെങ്കിൽ വളരെ സൗകര്യപ്രദമായിട്ട് നമുക്ക് അയക്കാൻ പറ്റും. ഇതുപോലെ നമ്മുടെ ആവശ്യാനുസരണം അളന്നെടുത്ത് കട്ട് ചെയ്ത് നമ്മളതിൽ പെയിൻറ്റ് ചെയ്തിട്ട് നമുക്കത് ഫ്രെയിം ചെയ്യാവുന്നതുമാണ്. ഏറ്റവും സൗകര്യപ്രദമായി എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതുപോലെ ക്യാൻവാസ് പേപ്പർ വാങ്ങിയിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്ത് ഫ്രെയിം ചെയ്യുക എന്നുള്ളതാണ്. ഇത് 12 ഇഞ്ച് വീതിയും 5 മീറ്റർ നീളവുമുള്ള റോളാണ്. വില 300 രൂപ. ഇനി നമുക്ക് ഇതുപോലെ ക്യാൻവാസ് ഫ്രെയിം വാങ്ങാൻ കിട്ടും. ഇതാവുമ്പോൾ എല്ലാം സ്ട്രെച്ച്ഡ് ആണ്. നമുക്ക് മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ അതിലേക്ക് പെയിൻറ്റ് ചെയ്താൽ മാത്രം മതി. ഇതുപോലുള്ള റെഡി ടു യൂസ് ക്യാൻവാസിന് അല്പം വില കൂടുതലായിരിക്കുമെന്ന് മാത്രം. ഇതുപോലെയുള്ള കനക്കുറവുള്ള ക്യാൻവാസ് ബോർഡുകളും വാങ്ങാൻ ലഭിക്കും. നമുക്കിതിൽ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രെയിം ചെയ്ത് മനോഹരമാക്കി വയ്ക്കാവുന്നതാണ്. ഇനി വെള്ളം വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് 2 പാത്രങ്ങൾ ഇതുപോലെ വേണം. 2 ചെറിയ കപ്പുകളോ ഏതെങ്കിലും വീട്ടിലുള്ള ഏതെങ്കിലും 2 പാത്രങ്ങൾ മതി. നമുക്ക് ബ്രഷ് കഴുകുന്നതിനൊക്കെ ആയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇനി ഇതുപോലെ ഒരു തുണി എടുക്കണം. ഒരു പഴയ തുണി എടുത്താൽ മതി. ഇടയ്ക്ക് ബ്രഷ് തൂക്കാനും തുടയ്ക്കാനും ഒക്കെ ആയിട്ടാണ്. ഇതിൽ കളറൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അങ്ങനെ അങ്ങോട്ട് പെട്ടെന്ന് കഴുകി മാറ്റാനൊന്നും സാധിക്കില്ല, കറയായിട്ടിരിക്കും. ഇനി പാലറ്റ് നമ്മൾ കാശ് കൊടുത്തൊന്നും പുറത്തുനിന്ന് വാങ്ങേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഏതെങ്കിലും പാത്രങ്ങളുടെ അടപ്പോ ഇതുപോലെ ചെറിയ ബോർഡിൻ്റെ കഷ്ണങ്ങളോ എന്തെങ്കിലും മതി. നമുക്ക് ഒരു പാലറ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. കാരണം നമ്മൾ തുടക്കക്കാരല്ലേ, നമ്മൾ ഒത്തിരി ചിലവുള്ളതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യം. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ പെയിൻറ്റ് ബ്രഷസ്. തുടക്കത്തിൽ നമ്മൾ ഇതിൽ കാണിച്ചിരിക്കുന്ന ഈ 4 തരം ബ്രഷസ് നമ്മൾ വാങ്ങിയാൽ മതി. ഇത് ഫ്ലാറ്റ് ബ്രഷ്, അല്പം വലിയ സൈസിലുള്ള ബ്രഷാണ്. നമ്മൾ ഇത് പെയിൻറ്റിങ്ങിന് സാധാരണ കുറച്ച് വലിയ ഏരിയയിൽ, അതായത് നമ്മൾ സ്കൈ പോലുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതൽ നമ്മൾക്ക് ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ബ്രഷാണ് ഈ ഫ്ലാറ്റ് ബ്രഷ്. അതുപോലെ ചെറിയ സൈസിലുള്ള ഫ്ലാറ്റ് ബ്രഷുകളും ലഭിക്കുന്നുണ്ട്. ഇത് റൗണ്ട് ബ്രഷ്. ഇത് നമുക്ക് ചെറിയ ഡീറ്റെയിലിങ്, ചെറിയ ഇലകൾ, ചെറിയ തണ്ടുകൾ അതുപോലുള്ളതൊക്കെ വരയ്ക്കുന്നതിന് വേണ്ടി നമുക്ക് ഈ റൗണ്ട് ബ്രഷ് ഉപയോഗിക്കാവുന്നതാണ്. ഇതാണ് മോപ്പ് ബ്രഷ്. ഇതിൻ്റെ അഗ്രഭാഗം നല്ല ഷാർപ്പായിട്ടിരിക്കും. ഇത് നമുക്ക് ചെറിയ ലൈനുകൾ വരയ്ക്കാനും അല്പം ഒന്ന് അതിൻ്റെ ടിപ്പ് അമർത്തി കൊടുക്കാമെങ്കിൽ കുറച്ച് വീതിയുള്ള നമുക്കൊന്ന് ഫില്ല് ചെയ്തെടുക്കാനും ഇതുപോലുള്ള വീതിയുള്ള ഇലകൾ ഫില്ല് ചെയ്യാനും ഒക്കെ നമുക്ക് ഒറ്റ സ്ട്രോക്കിൽ തന്നെ ഒരു ലീഫൊക്കെ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ബ്രഷ് ഉപയോഗിക്കാം.
ഇത് ഫാൻ ബ്രഷ്. ഇതിന് ഫാനിൻ്റെ ഒരു ഷേപ്പ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പേര് വന്നത്. ഇത് നമുക്ക് മരങ്ങളും മരച്ചില്ലകളൊക്കെ വരയ്ക്കുമ്പോൾ അതിൻ്റെ ഇലകൾ കൂടി നിൽക്കുന്ന ഭാഗം പെട്ടെന്ന് വരയ്ക്കുന്നതിന് വേണ്ടി നമുക്ക് ഫാൻ ബ്രഷ് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? നമുക്ക് വരച്ച് തുടങ്ങാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കാൻ മടിക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ആശംസകൾ. താങ്ക് യു.